അപ്പൊ ഒരു ഫാമിലി ത്രില്ലറാണ്. ത്രില്ലറിൽ ഞങ്ങളൊരു ഒരു ഫിസിക്കൽ പ്രോബ്ലം ആണ് ഇതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അതായത് ലെസാർസ് എഫക്റ്റ് അല്ലെങ്കിൽ ഓട്ടോ റീസെസ്റ്റേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് സ്റ്റോറി കൂടുതലും വന്നിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ വെയ്ത്ത് കുറച്ച് മണിക്കൂറത്തിൽ നിന്ന് പോയാൽ എന്തായിരിക്കും സംഭവിക്കുക. അപ്പൊ അതാണ് നമ്മുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മരിച്ചു എന്ന് കരുതി ഒരാളെ അടക്കിയതിനു ശേഷം കുറച്ച് മണിക്കൂർ നേരത്തേക്ക് കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളിക്ക് ജീവൻ വരും. അതാണ് ശരിക്കും പറഞ്ഞ ഈ കഥയുടെ ഒരു ഉള്ളടക്കം, ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുമായിട്ട് നടക്കുന്ന കുറച്ച് കോൺഫ്ലിക്റ്റുകളാണ് ശരിക്കും സിനിമ. ഇതാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്. അങ്ങനെ ഒരു ആക്ഷൻ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊന്നും ടൈറ്റിൽ വെക്കാൻ അങ്ങനെ ഞാൻ അതല്ല. ഞാൻ ആസ് എൻ ആക്ടർ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അറിയാനാണ് താല്പര്യം. അപ്പോൾ ആസ് എൻ ആക്ടർ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ഈ ഒരു കണ്ടന്റ് ഭയങ്കര അപ്പീലിംഗ് ആയി തോന്നി. ആദ്യം നമ്മൾ ഈ കണ്ടന്റാണ് നമസ്കാരം ഫോണിൽ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാനാണോ മരിക്കുക, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല എങ്ങനെ ഉണ്ടാവും മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയപ്പോൾ ആസ് എൻ ആക്ടർ ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് എത്തുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ, ഡയറക്ടർ പറഞ്ഞ പോലെ, നമ്മുടെ ലൈഫിൽ ഇതെല്ലാം കണക്റ്റഡാണ്. ജാതി, മതം, പൊളിറ്റിക്സ് എല്ലാം കണക്റ്റഡാണ്. അല്ലാതെ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല. ഇതെല്ലാം കണക്റ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ ജനറേഷൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഒരുപാട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. താമസിക്കുന്നത് കുറയുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, കണ്ടവരെ ഉണ്ടോ? കണ്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണ് ഞാൻ ചോദിക്കണേ, സിനിമ എങ്ങനെയുണ്ട്? നല്ല പടമാണ്. അത് മതി. കബറിന്റെ ഉള്ളിലുള്ള ഷൂട്ട് എക്സ്പീരിയൻസ് ഒക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ആക്ച്വലി എനിക്കത് ഞങ്ങളത് വേറൊരു സംസാരിച്ചുള്ളൂ. അതങ്ങനെ സെറ്റ് ഇട്ട് അങ്ങനെ നമ്മൾ കബർ വേറെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കബർ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അത് കാണുമ്പോൾ നമുക്ക് മൈൻഡിനും നമ്മളെ ഫുൾ മൂടി അകത്ത് വെക്കുമ്പോഴും ഞാൻ 2-3 പ്രാവശ്യം പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എണീക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കബർ എൻജോയ് ചെയ്ത് തുടങ്ങി. മനുഷ്യന്മാർ അങ്ങനെയാണ്, എവിടെ ചെന്നാലും ആ സിറ്റുവേഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര. പിന്നെ എന്നെ പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷം. ബറീഡ് എന്ന് പറഞ്ഞ സിനിമ ഞങ്ങളത് ഇത് ഫസ്റ്റ് സബ്ജക്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ബറീഡിനെ കുറിച്ച് സംസാരിച്ചത്. ബറീഡ് എനിക്കൊന്ന് കംപ്ലീറ്റ്ലി ഇതിന്റെ അകത്താണ്. ടോട്ടലി സിനിമ മൊത്തം നമ്മൾ ക്ലൈമാക്സിലാണ് മൊത്തം. അത് പിന്നെ കുറച്ച് അവരെ കയ്യിൽ ടോർച്ച് കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതും രണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഈ കണ്ടന്റ് തന്നെയാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചത്. മഞ്ഞുമല്ല് ഷൂട്ട് നടക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞു. ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. പക്ഷെ ഒരേ സാധനം 10 രീതിയിലായിരിക്കാം വരിക എന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മുടേതായ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നറിയാമായിരുന്നു. നോർമലി ഇപ്പൊ ലുക്മാൻ എടുക്കുന്ന മിക്ക കഥകളുടെയും ഒരു പ്രത്യേകത ആയിട്ട് തോന്നി. ഇപ്പൊ പെരുമാനി ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നോർമലി ചിന്തിക്കുമ്പം കിട്ടാത്ത കുറെ കാര്യങ്ങളുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ്
കുറെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ വരുന്നല്ലോ, എനിക്കിങ്ങനെ വരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനല്ല. ചില സിനിമകൾ നമുക്കിങ്ങനെ നമ്മൾ സ്ഥിരം കാണാത്ത ടൈപ്പ് ഓഫ് തോട്ട്സുകൾ ഉണ്ടാവും. ഭയങ്കര നോർമലി നമുക്കെല്ലാം നമ്മൾ ഫസ്റ്റ് തോട്ടി വരുന്നതല്ലാത്ത തോട്ട്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഞാൻ വന്ന സ്ഥലം, എൻ്റെ ചുറ്റുള്ള ആളുകൾ, എൻ്റെ ചുറ്റുള്ള ഡയറക്ടേഴ്സ്, അവരെല്ലാം എന്നെ പിക്ക് ചെയ്യുന്നു, അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാവുന്നു എന്നുള്ളതാണ് ഞാൻ അത്ര സിനിമയുടെ ഭാഗമാവുന്നത്. ഞാൻ മാക്സിമം ഈ സിനിമ ചെയ്യാം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ഡയറക്ടേഴ്സ് തന്നെ ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതെൻ്റെ ഒരു ലക്ക് അല്ലെങ്കിൽ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും. എനിക്ക് ശരിക്കും ആദ്യം ഞാൻ ഓഡിഷൻ വഴിയാണ് ഈ പടത്തിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇതിനെക്കുറിച്ച് സബ്ജക്റ്റിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഓഡിഷനിൽ സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുത്ത് സബ്ജക്റ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യമായിട്ടും തോന്നുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ശരിക്കും എന്താ നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. ചില ആൾക്കാർ പല രീതിയിലും ചിന്തിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും സെയിം സാധനം ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഔട്ട്ലുക്ക് മാറ്റാൻ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പവർഫുൾ സബ്ജക്റ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ സന്തോഷം, ചെയ്യാൻ പറ്റിയാൽ സന്തോഷം, ഭാഗമാകാൻ പറ്റിയാൽ അത് തന്നെയാണ്. ലുക്മാൻ എന്ന കലിപ്പിനെ നമുക്കറിയാം. ലുക്മാൻ എന്ന റൊമാൻറ്റിക് സ്റ്റാറിനെ എങ്ങനെയുണ്ട്? റൊമാൻറ്റിക് സ്റ്റാർ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ആദ്യം കുറച്ച് പാടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആകെ സുലേഖ മനസ്സിലാണ് ഇച്ചിരി, അതിലും റൊമാൻസ് ഒന്നും അധികം ഇല്ല, എന്നിട്ട് ഞാൻ അതാണ് ചെയ്തത്, അതിനുശേഷം ഞാൻ റൊമാൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആദ്യം ഫസ്റ്റ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നോക്കിയിരിക്കുന്ന സീനായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് അത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആളും കുഴപ്പമില്ല, അത് സെറ്റ് ആക്കാം, നമ്മള് കുറച്ചേരം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സിങ്ക് ആയി. ആദ്യം പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒന്നും പറയണ്ട, നമ്മുടെ അടുത്ത് നമ്മളെല്ലാം ചെയ്തോളും, എല്ലാം സെറ്റ് ആയി, സിങ്ക് ആയി. അപ്പൊ അങ്ങനെയായിരുന്നു, നല്ലായിരുന്നു. ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് ലുക്കും, നല്ലായിരുന്നു. എല്ലാ പ്രധാന കഥാപാത്രം കൂടെ ചെയ്ത സന്നിവേനെ കണ്ടില്ല, എന്തോ വരാതെ മീറ്റിംഗ് ആക്ച്വലി ഇന്നലെ വരെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. നാളെ ലേറ്റ് നൈറ്റ് പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ മീറ്റിംഗ്. പിന്നെ എന്താ പറയുക, നമ്മളെല്ലാം പറയുമ്പോഴേ നമ്മുടെ ഈ സിനിമ കണ്ടവർക്കറിയാം, ഈ സിനിമ ആക്ടേഴ്സും എന്നൊക്കെ തന്നെ ഉപരി ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് വേണ്ട സിനിമയാണ്. ഇതിന്റെ DOP റഹീംഖാണ് DOP ഇവിടെ ഉണ്ട്. അതിന്റെ ഞങ്ങളുടെ ചീഫ് പ്രേമേട്ടുണ്ട്, ഞങ്ങളുടെ കോസ്റ്റ്യൂം മഞ്ജുഷ, എല്ലാവരും, നമ്മുടെ മേക്കപ്പ് രഞ്ജിത്ത്. അങ്ങനെ ഇതെന്താ പറയുക, ഇത് നമ്മളങ്ങനെ കുറച്ച് കുറച്ച് മണ്ണോട് ചേർന്നിട്ടുള്ള സിനിമയാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ മണ്ണോട് ചേർത്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാ ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഇത്രയും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിലെല്ലാവരും ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇത്രയും ആർട്ടിസ്റ്റുകൾ ഭയങ്കര സ്ക്രീൻ സ്പേസ് ഉള്ള, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഭയങ്കരമായിട്ട് ഇതിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതിന്റെ പ്രൊഡക്ഷൻ എല്ലാ സൈഡും. അപ്പോൾ അവരെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ആണ് എല്ലാവരും കൊണ്ട് മാറുന്നത്. അപ്പൊ എല്ലാവരും പുതിയ ലുക്കാ, അതല്ല ലുക്മാനോട് കൂടിയത്. സൂപ്പർ അല്ലേ? അല്ല എന്റെ മോനും പെടും, മോനും മോളും വൈഫും എല്ലാവരും ഉണ്ട്. മരുമോളും എല്ലാവരും കൂടിയാണ്. അവരാണ് ഡിസൈൻ ചെയ്യുന്നത്. അവരെ ഞങ്ങൾ എന്റെ കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമേഴ്സ്. നമുക്ക് മേലെയാണ് അവര്. ചില സംഭവങ്ങളൊക്കെ പൊളിച്ചു എല്ലാരും. അപ്പൊ ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. വൈഫായിട്ട് അഭിനയിച്ചു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ഇതില് കുറെ പേരുണ്ട്, ഇവിടെ നിൽക്കാൻ നല്ല എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഞങ്ങൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ ആരുമില്ല. കാരണം അവരെ സ്പേസിലെല്ലാം ആർട്ടിസ്റ്റുകളായിരുന്നു. രാവിലെ വരുമ്പോൾ ഒരു 10-50 പേരിങ്ങനെ വരും ഒരു ബസ്സിൽ, ഞങ്ങളും വരും. എന്നിട്ട് ആ കോസ്റ്റ്യൂം എടുത്തിട്ട് ഒരു ക്യാരക്ടേഴ്സാണ് എല്ലാവരും. അവരെല്ലാവരും ഒരു വട്ടം കൂടി സംസാരിക്കും. അപ്പൊ റെഡി എന്ന് അസോസിയേറ്റ് സേതു അല്ലെങ്കിൽ പ്രേമന പറയാൻ നേരത്തെ എല്ലാം ചാടി എന്നിട്ട് പിന്നെ അവിടെ എല്ലാവരും അവശനാവും. സിറ്റുവേഷൻ അതാണല്ലോ. പിന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ വന്നിരിക്കുന്ന തമാശ പറഞ്ഞിങ്ങനെ ഇരിക്കും.
എന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യണം കൂടുതലും. എടുത്ത സീനിനെ കുറിച്ചും ഷോട്ടിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്. അപ്പൊ ആർക്കും ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്ത് ഓക്കെ എന്ന് പറയുന്ന പരിപാടിയില്ല. ഞാനടക്കം എല്ലാവരും അങ്ങോട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവർ എങ്ങനെ ഓക്കെയാണ്. ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്ന പടങ്ങളിൽ ചോദിക്കുന്നുണ്ട്, യൂത്തിന്റെ പടങ്ങളിൽ, എടാ ഓക്കെ അല്ലെങ്കിൽ പറയണോട്ടാ. കാരണം നമ്മൾ കരുതുന്ന പോലെ അല്ല, അവരുടെ ചിന്ത ഒക്കെ വേറെ ലെവലിലാണ്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തേക്കാളും മേലെ അവർ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം എത്തണം. നമ്മൾ അതിന് ഇവരെ കൂടെ അഭിനയിച്ചാലേ പറ്റുള്ളൂ. ചേട്ടാ അപ്പഴേ കഴിഞ്ഞ ദിവസം സെൽഫിമാരായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. അതായത് ഇപ്പൊ കോമഡി സിനിമകൾ ഭയങ്കര കുറവാണ്, മൊബൈൽ നോക്കി ചിരിക്കേണ്ടി വരികയാണ്, അനുഭവങ്ങൾ കുറവാണ് ആളുകൾക്ക്, അതുകൊണ്ടാണ് കോമഡി സിനിമകൾ ഉണ്ടാകാത്തത്. താങ്കളിപ്പോ സീരിയസ് സിനിമകളാണോ ചെയ്യുന്നത്? അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഞാൻ സീരിയസ് സിനിമ ചെയ്യുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, കോമഡി സിനിമ വരാത്തോണ്ടാ. എന്നെ തേടി വരുന്നില്ല. എനിക്ക് അനുഭവം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തമാശകൾ. ഞാൻ ഒരു സ്പേസ് കിട്ടാൻ ഇവരോട് ചോദിച്ചറിയാം, ചോദിച്ചു നോക്കി ഇവരിയ്ക്കുന്നവർ ഒരു സ്പേസ് ചെറിയ ഗ്യാപ്പിട്ട് അപ്പം ഞാൻ തമാശ അതിൻ്റെ ഉണ്ടാക്കാൻ നോക്കും. അതായത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50 സ്ക്രിപ്റ്റ് എങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. കുറഞ്ഞതാണത്. തമാശ സിനിമകൾ എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു 50 നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊരു വർക്കൗട്ടായില്ല അത്. അതത്ര അങ്ങനെ സുഖമാകുന്നില്ല. അപ്പൊ നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട് അതിന്. അത് ഉണ്ടാക്കണമെങ്കിൽ പണിയാണ്. എന്നോട് വലിയ ഡയറക്ടർ എന്നോട് ചോദിച്ചപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ല, എന്നാലും വലിയൊരു ഡയറക്ടർ, നല്ലൊരു പടം ഇറങ്ങാൻ പോണ്ട്. ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാൽ പഞ്ചാബി ഹൗസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. അപ്പൊ അത് അവർക്കല്ലേ അറിയാൻ പറ്റില്ല, എനിക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ന് പറയുന്ന പോലെ അതിനെ കുറിച്ചിട്ട് ഇറങ്ങാൻ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കോമഡി അഭിനയിക്കാൻ മാത്രമല്ല അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം കൊണ്ട് മറ്റും ചെയ്യാമായിരിക്കും, അങ്ങനെ എനിക്ക് ചിലപ്പോൾ തോന്നുന്നത്. പക്ഷെ ഇതിനെല്ലാവരും പേനയെ പിടിച്ച് സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കുള്ളൂ. അത് ഇറങ്ങും, വരും, തമാശ വരും. ഇപ്പോഴും പഞ്ചാബി ചെയ്തവരും അതുപോലെ കോമഡി സിനിമ ഒരുപാട് ചെയ്ത ഡയറക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴും അതുപോലത്തെ കോമഡികൾ വരാത്തതുകൊണ്ട്? അതുപോലത്തെ കോമഡി ഇനി വേണ്ടല്ലോ. അല്ല അതേപോലത്തെ കോമഡി അല്ല, കോമഡികൾ അല്ല കോമഡികൾക്ക് ഈ പറഞ്ഞ കാലഘട്ടം അനുസരിച്ച് ഇപ്പം അടൂർ ബാസി സാറ് ചെയ്ത കോമഡി അല്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത കോമഡിക്ക് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എഴുതി വരണം, അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് ഉണ്ടാവണം, അതുപോലെ സീൻസ് ഉണ്ടാവണം, ക്യാരക്ടർ ഉണ്ടാവണം. ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് ഇത് ആലോചിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. അങ്ങനത്തെ വരാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറേ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നത്. ഒരു തമാശ സിനിമ എന്ന് രോമാഞ്ചം എന്ന് പറയുന്ന പടം ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് കണ്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടില്ല അത്. കാരണം ഭയങ്കര അടിപൊളി കോമഡി ഒന്നുമില്ല, പക്ഷെ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്തത്. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം പുതിയ ആൾക്കാരായിരുന്നു. അവരെ കാണാത്ത ന്യൂ ഫേസ് ആയിരുന്നു കുറെ പേര്. അവരുടെ റിയാക്ഷൻസ് ഗംഭീരമായിരുന്നു. ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്ത സിനിമയായിരുന്നു തോന്നി കോമഡി സിനിമയിൽ രോമാഞ്ചം. അപ്പൊ അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ തമാശ പടം. അത് എഴുതി എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. അതുപോലത്തെ വരുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. കോമഡി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പഴയ സംവിധായകന്മാർക്ക് പുതിയ ജനറേഷന് കോമഡി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്. കാരണം അല്ല, ഞാൻ അശ്വനോട് പറഞ്ഞ പോലെ പഞ്ചാബ് ഹൗസിലെ ക്യാരക്ടറൊക്കെയാണ് ഇപ്പോഴും കണ്ടാലും അത് കോമഡി തന്നെയാണ് വർക്കൗട്ട് ആവുന്നത്. ഇപ്പൊ പുതിയ ഡയറക്ടേഴ്സിനൊക്കെ പോയി പുതിയ ജനറേഷനിലെ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ലെന്നുള്ള പേടി കൊണ്ടാണോ ഇപ്പൊ അതുപോലത്തെ പേടിയൊന്നുമില്ലല്ലോ ഇതിന്. അത് ചെയ്തെടുക്കാൻ നേരത്തെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ, അതിനെ ചിലപ്പോ പേപ്പറിലുണ്ടാവും. ഞങ്ങളല്ല, എനിക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പേപ്പറിൽ എഴുതിയിരിക്കുന്ന തന്നിട്ടൊരു സിനിമ വന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതുമേലെ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടി, അതിന്റെ ഭാഗ്യമാണ്. പഞ്ചാബി ഹൗസിന്റെ സിനിമ ആദ്യം തലയിൽ ഉദിക്കുന്നത് റഫി ബക്കാട്ടിന്റെ ബ്രെയിനിലാണ്. അവർ രണ്ടുപേരും കൂടിയാണ് രമണൻ ഉണ്ടാക്കിയത്, മുതലാളിനെ ഉണ്ടാക്കിയത്, ഉണ്ണീനെ ഉണ്ടാക്കിയത്, പഞ്ചാബികളെ ഉണ്ടാക്കിയതൊക്കെ അവരാണ്. അവർ ഞങ്ങളുടെ ശരീരത്തിൽ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ 2 പേര് വേണം. അതുണ്ടാവട്ടെ, അതുണ്ടാവും. നല്ല സിനിമ ഉണ്ടാവും, നല്ല തമാശപ്പടങ്ങൾ ഉണ്ടാവും. ഡെഫിനറ്റാണ്. നമ്മൾ പ്രതീക്ഷിച്ചൊന്നും നല്ല പടം. എന്നോട് സ്ക്രിപ്റ്റ് പടം പ്ലാൻ ചെയ്തതിന് മുന്നേ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സംസാരിച്ച പരിപാടിയാണ്. പടം പ്ലാൻ ചെയ്തതിന് മുന്നേ ആയിട്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഒബ്വിയസ്ലി ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും. പക്ഷെ അതൊന്നും അല്ല തിയേറ്ററിൽ കണ്ടപ്പോൾ എൻ്റയർലി വേറൊരു പരിപാടിയാണ്.
നമ്മളെന്തോ പ്രതീക്ഷിച്ചോ അതിന് 4 ഇരട്ടിയാണ് പടത്തിന്റെ റിസൾട്ട്. അതാണ് പറയാനുള്ളത്, പറഞ്ഞില്ല. നമസ്കാരം. ഈ സിനിമയിൽ ആദ്യം തന്നെ ഈ കഥ കേട്ടപ്പോ ഹുക്കായിട്ടുള്ള പാട്ട് എന്താന്ന് വെച്ചാല്, ഇതില് ഒരു മെയിൻ ആക്ടർ ഈ സിനിമയിൽ ആദ്യം തന്നെ മരിക്കുകയാണ്, ഖബറിലേക്ക് പോവാണ്. അപ്പം ബാക്കി എന്താ സിനിമ എന്നാണ് ആദ്യമായിട്ട് ഹുക്ക് ചെയ്ത സാധനം. അതാണ് ഞാൻ ആദ്യം ഈ ഡയറക്ടറോട് ചോദിച്ചത്. അതാണ് ഈ സിനിമ. അതിൻ്റെ ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഈ സിനിമ. അതിൽ തീർച്ചയായിട്ടും നേരത്തെ ഡയറക്ടർ പറഞ്ഞ പോലെ അതിൽ ഒരു നാട്ടിൻപുറത്ത് വെച്ച് അങ്ങനെ ഒരു കഥ നടക്കുമ്പോൾ ആ നാട്ടിൻപുറത്തിൻ്റെ എല്ലാ എലമെന്റും വരും, അതിൽ മതവും വരും. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് നമ്മൾ എങ്ങനെ അതിനെ വായിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ബ്രോന്റെ വീട്ടില് ബ്രോന്റെ വീട്ടുകാര് എന്തെങ്കിലും ഒരു ബ്രോയ്ക്ക് പിടിക്കാത്ത എന്തെങ്കിലും ഒരു സ്വഭാവം കാണിച്ചാൽ ബ്രോ ചീത്ത പറയല്ലോ, അല്ലെങ്കിൽ വിഷമം പറയല്ലോ, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയല്ലോ. ആണല്ലോ. അത് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അവരോട് ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ നമ്മൾ പറയണേ. അത് തന്നെയാണ് ഈ സിനിമ. ഇതില് നമ്മൾ ഒരു മതത്തിനെതിരെ നമ്മൾ മോശപരമായിട്ട് ഒന്നും നമ്മൾ പറയുന്നില്ല. അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഞാൻ ആ സിനിമയിൽ മോശമായിട്ട് അഭിനയിച്ചപ്പോ നവാസ്ക എന്നോട് പറഞ്ഞു, എടാ എന്തുകൊണ്ടാണ് നീ ചെയ്യുന്നേ എന്ന് എന്നോട് ചോദിച്ചു. അതെന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്തോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു മാറ്റത്തിന്റെ കാര്യം കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഒരു മതത്തിന്റെ മാത്രമല്ല, എല്ലാ മതത്തിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അതുണ്ടാവും. അത് സ്നേഹം കൊണ്ട് മാത്രമാണ് അത് സംസാരിക്കുന്നതെന്നുള്ളതാണ്. അല്ല, ആലപ്പുഴയിൽ കഥ ഷൂട്ട് കഴിഞ്ഞു, ഡബ് കഴിഞ്ഞു, പിന്നെ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അപ്ഡേറ്റ്സ് ഒക്കെ വരും. എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഇയർ റിലീസ് ഉള്ളൂ, മാർച്ച് ഏപ്രിൽ ആ ടൈമിലാണ്. തിയേറ്ററിൽ പൂരപ്പുറമാക്കാനുള്ള വെടി വരുന്നുണ്ട്. ഉണ്ടാവും എന്തായാലും, ചെറിയ രീതിയിലൊക്കെ ഒരു പൂരപ്പുറമാവും. ഒരു പള്ളി പെരുന്നാളെങ്കിലും ഉണ്ടാവും. പിന്നെ ഖാലിദ് റഹ്മാന്റെ പടമാണ്, പിന്നാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതിന്റെ എഡിറ്റർ നിഷാദൊക്കെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഒരു ഓർമ്മ പറയാൻ പറ്റും? അത് അങ്ങനെ ഓർമ്മ ഇങ്ങനെ പറയേണ്ട ഒരു ബന്ധമല്ല, ഞങ്ങൾ ഒരുമിച്ചില്ല. നിന്നും വളരെ വ്യത്യസ്തമാണ് സിനിമ. പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പാട്ടുകളുണ്ട്, റൊമാൻസ് ഉണ്ട്, അത്യാവശ്യം നാടൻ ഫൈറ്റുകളുണ്ട്, സസ്പെൻസ് ഉണ്ട്. നല്ല രീതിയിൽ പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അല്പം കുറച്ച് കൂടുതൽ ഇമോഷൻ ഉണ്ടെന്ന് മാത്രമല്ല, നല്ല സിനിമയായിരിക്കും. കണ്ടവർ എല്ലാവരോടും പറയുക, നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമയാണെന്ന് തന്നെ പറയണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏത് പടത്തിൻ്റെയും വിജയം. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നത് തന്നെ ചോദ്യം ചോദിക്കാനുള്ള രീതിയിലുള്ള ഒരു എലമെന്റ് നമ്മുടെ മൂവിയിലുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം. അതറിയുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുത്തൊരു കാലഘട്ടമാണ് ഞങ്ങൾ ഈ പടത്തിന് വേണ്ടിയിട്ട്. ഇത് വരുമ്പോൾ കൂടുതൽ പേരും ഈ സിനിമ കണ്ടിട്ടില്ല, തിയേറ്ററിൽ വന്നിട്ടാണ് ഇതൊന്ന് കാണുന്നത്. അത്രയധികം എക്സ്പെക്റ്റേഷനോടുകൂടി ആങ്സൈറ്റിയോടുകൂടിയാണ് ഞങ്ങൾ പലരും വന്നത്. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം അന്നെടുത്ത കുറച്ച് സ്ട്രഗിളുകൾ പല സീനുകളിലും അത് നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് വന്നു. പിന്നെ എടുത്തു പറയേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല. റഹീം വളരെ ഭംഗിയായിട്ട്, റഹീം ഇവിടെ ഉണ്ട്, റഹീം. അതുപോലെ തന്നെ മ്യൂസിക്, ഇഫ്തി എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. റഹീം ഇവിടെ ഉണ്ട്, വിളിക്കാം.